ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് സെയ്മോൻ്റെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ. അതായത് സെയ്മോനിക്ക് 3 വയസ്സാകാണ്. മാഷാ അല്ലാഹ്, എത്ര വേഗാലേ സെയ്മോനിക്ക് 3 വയസ്സായത് എന്നൊക്കെ തോന്നുക കേട്ടോ. ഇത് നമ്മുടെ ഇഷ ബേബിയാണ് കേട്ടോ. ഇഷ ബേബി ഇന്ന് രാവിലെ വന്നതാണ്. അവിടുന്ന് മേമാടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. സംതാത്തയുടെ ഏട്ടത്തിൻ്റെ മോളാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അവൾ. പക്ഷെ രാത്രി ആയപ്പോഴൊക്കെ ഉമ്മനെ കാണണമെന്നുള്ള സങ്കടം വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ പോയിട്ടോ. ഇന്ന് സെയ്മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. സെയ്മോനെയൊക്കെ 2 ദിവസം കേട്ടോ അവൾ വലുതുള്ളൂ. അവൾ 22-ാം തീയതിയും സെയ്മോ 25-ാം തീയതിയാണ് അവരുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ സെയ്മോൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് സുഹൃത്താത്താനോടും ഫായിസ്താത്താനോടും എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പയും വരുന്നുണ്ട്, ചെറിയൊരു കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അമ്മ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. ചെറിയൊരു കുഞ്ഞു വിശേഷം മാത്രമേ ഉള്ളൂ, കേക്ക് കട്ടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം നമ്മൾ സെയ്മോനിക്ക് ചെറിയൊരു സർപ്രൈസും വെച്ചിട്ടുണ്ട്. സെയ്മോനിക്ക് ഈ പ്രായത്തിലൊക്കെ ഇപ്പോൾ എന്ത് സർപ്രൈസ് ഇല്ലേ, എന്നാലും നമുക്കത് രസം. അങ്ങനെ ഒരു ലെവലിൽ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നല്ല, ജസ്റ്റ് ഒരു സൈക്കിൾ വാങ്ങി അതൊരു തുണിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവനക്ക് ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. സൈക്കിൾ നോക്കാൻ ഞങ്ങൾ കൊണ്ടുപോയി, പക്ഷേ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സംസാരത്തിൽ മാത്രം പോയിട്ടാണ് എടുത്തിട്ട് വന്നത് കേട്ടോ. പക്ഷേ സൈക്കിളിൻ്റെ സൈസ് നോക്കാൻ ഞങ്ങൾ അവനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്കൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയി എടുത്ത് വന്നത്. പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ട് വരാം കേട്ടോ. രണ്ടാളും നല്ല കളിയിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ മേശ ഇങ്ങോട്ട് വലിച്ചിട്ട് സെയ്മോൻ കണ്ടത് കേട്ടോ. എനിക്കറിയാം ഈ മേശ ഇങ്ങോട്ട് വലിച്ചിട്ടാണ് കേക്ക് മുറിക്കലുണ്ട് എന്നുള്ളത്. കാരണം എല്ലാവരുടെ ബർത്ത്ഡേക്കും ചെയ്യണതാണ് ഈ മേശ വലിച്ചിട്ട് കേക്ക് മുറിക്കൽ. അപ്പോൾ അത് കണ്ട് അവനക്ക് അറിയാം കേട്ടോ. അപ്പോൾ അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും നല്ല നേരം പോലുള്ള ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. കേറിക്ക് പുഞ്ചിരി തൂകിടും മോനെ മുത്ത് പോലെ ലെങ്കും ചേല് പുന്നായ സെഹി മോനെ പൊന്നമോനെ പിറന്നാള് അമ്പവനകിയ നിധിയായി കൽബിൽ കനിയെ മുത്ത് മോന് അഴകേറും സെഹി മോന് ചേലിൽ മിന്നും പിറന്നാള് മാനത്തെ താരകം പോലെ ഇവൻ അഴകിൽ നിലാവ് ആശംസ നേരിടും നാള് കൊഞ്ചം ബദറിലൊളിവ് ആരംഭ പൂങ്കണിയേ മുത്തുക്കാസിം പൊന്നുപ്പാക്ക് ഇമ്പപ്പൂ മോനല്ലേ ആശിച്ച പൊന്മലരേ മാണിക്ക് കല്ലുളിയേ മുത്തുശാടുഫ പൊന്നുമ മുത്തങ്കാവീളത്ത് നൽകിടും പൂങ്കതിരേ പുഞ്ചിരി തൂകിടും മോനെ മുത്ത് പോലെ ലെങ്കും ചേല് പുന്നാര സെഹി മോന് കുഞ്ഞുമോന്റെ പിറന്നാള് അമ്പവനകിയ നിധിയായി കൽബിൽ കനിയെ മുത്ത് മോന് അഴകേറും സെഹി മോനെ ചേലിൽ മിന്നും പിറന്നാള്.
മോനെ